അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു കൂടി ചേരുന്നു. ശ്രീ PM സുരേഷ് ബാബു, ഈ ഡോക്ടർ ഹാരിസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ഞാൻ ഡോക്ടർ ഹാരിസിൻ്റെ ചോദ്യങ്ങൾ ഒരു ചോദ്യങ്ങളായിട്ട് തന്നെ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ തരുണത്തിൽ. കാരണം അതൊരു സൂപ്പർഫിഷ്യലായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്താൻ മാത്രം ഉതകുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് യാഥാർത്ഥ്യവുമായി അത്തരം കാര്യങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. അങ്ങനെയല്ല, സിസ്റ്റത്തിന് തകർച്ച ഉണ്ടെന്നാണ് ഈ പറയുന്ന. അല്ല, സിസ്റ്റത്തിൻ്റെ തകർച്ചയുണ്ടെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മന്ത്രി തന്നെ അതിന് മറുപടി പറയണം. അത് എനിക്ക് അതിനോട് പ്രതികരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുമായി യാഥാർത്ഥ്യബോധത്തിന് വ്യത്യസ്തമാണ് വസ്തുത എന്നുള്ളതാണ് എനിക്ക് ലഭ്യമായിട്ടുള്ളൊരു വിവരം. എന്താണ് ഇന്നലെ തന്നെ ഇദ്ദേഹം ഈ പറയുന്ന ഓപ്പറേഷൻ മുടങ്ങി എന്ന് പറയുന്ന ദിവസം 4 സർജറി പോസ്റ്റ് ചെയ്തിരുന്നു. 3 സർജറി യാതൊരു കുഴപ്പവുമില്ലാതെ പെർഫോം ചെയ്യപ്പെട്ടു. 4ാമത്തെ സർജറി വരുമ്പോൾ ആ മെഷീൻ എന്തോ ഒരു കേട് വന്നു, അല്ലെങ്കിൽ തകരാറിലായി. അത് വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല, അല്ലെങ്കിൽ അവിടെ ഓപ്പറേഷൻ നടന്നില്ല. അത് നടന്നില്ല എന്നുള്ളതൊരു സ്വാഭാവികമായ ഒരു വസ്തുതയാണ്. യന്ത്രങ്ങൾക്ക് എപ്പോഴും അപകടവും തെറ്റുകളും അല്ലെങ്കിൽ യന്ത്രം കേടാവുകയൊക്കെ സർവ്വസാധാരണമായിട്ടൊരു വിഷയമാണ്. അങ്ങനെ സർവ്വസാധാരണമായിട്ടുള്ളൊരു വിഷയം നടക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് ചെരുപ്പ് തേഞ്ഞെന്നും കാല് തേഞ്ഞെന്നും പറയുന്നത് ഒരു 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 സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നൊരു വസ്തുതയല്ല. പക്ഷേ ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എന്ന സമീപനമൊന്നുമല്ല ഞാൻ എടുക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഈ മെഷീൻ കേടാവാൻ സാധ്യതയുണ്ട്, നിങ്ങളത് വേഗം മാറ്റണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ പരിമിതമായ സൗകര്യങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ഒരു ഭരണകൂടത്തിന് വേണ്ടുന്നത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അത് വെച്ചുകൊണ്ട് യന്ത്രത്തിന്റെ വീഴ്ച മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഏറ്റവും വലിയ പ്രശ്നം ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല, ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല എന്നതാണ്. HDS കമ്മിറ്റി വഴിയാണല്ലോ ഈ ഉപകരണങ്ങൾ എത്തിക്കേണ്ടത്. അവർ പോലും നിസ്സംഗത പാലിക്കുന്നു. ഉപകരണങ്ങൾ, ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാൻ അല്ലെങ്കിൽ വാങ്ങി എത്തിക്കാനായി കഴിയുന്നില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ പല ശസ്ത്രക്രിയകളും മുടങ്ങുന്നു എന്നതും അത് അനുഭവമാണ്. അല്ല, അതിലിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഉപകരണങ്ങൾ വാങ്ങുക എന്നുള്ളത് HDSൻ്റെ ജോലിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ സർക്കാരിൽ നിന്ന് സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് HDSനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരേർപ്പാട് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് തുടരുന്നുണ്ട്. അതൊരു ശരിയായ രീതിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ഇപ്പോഴും ഇല്ല. ഈ ഗവൺമെൻറ് ആയാലും തർക്കേടില്ല, വേറെ ഗവൺമെൻറ് ആയാലും തർക്കേടില്ല, അതല്ല അതിൻ്റെ ശരി. സർക്കാരിൻ്റെതായ മാർഗത്തിലൂടെ തന്നെ HDSൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ ആശുപത്രിയിലെയും HDSനെ കൊണ്ട് ആണ് പല കാര്യങ്ങളും അവർ ചെയ്യിപ്പിക്കുന്നത്. അത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടത്. പക്ഷേ ഈ പറയുന്ന ശസ്ത്രക്രിയകൾക്ക് എല്ലാം തന്നെ അഭൂതപൂർവമായ തള്ളിക്കയറ്റമാണ് സർക്കാർ ആശുപത്രികളിലേക്ക് വരുന്നത്. കാരണം സ്വകാര്യ ആശുപത്രികളിൽ അത് താങ്ങാൻ കഴിയാത്ത വിധം, അതിൻ്റെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത വിധം അതിന് ചിലവഴിക്കേണ്ടുന്ന തുകയുടെ വലിപ്പം ഉള്ളതുകൊണ്ട് എല്ലാ ആളുകളും സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് പരിഹരിക്കാൻ കഴിയുന്നത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഭരണകൂടത്തിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ കാണുമ്പോൾ കേരളം പോലെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്തരം കാര്യങ്ങളിൽ ഏതിന് പ്രയോറിറ്റി, നേരത്തെ ഞാൻ സംസാരിക്കുമ്പോൾ കേട്ടു പ്രയോറിറ്റൈസേഷനാണ് പ്രശ്നം. പ്രയോറിറ്റി ഓരോന്നെടുക്കുമ്പോഴും ഓരോ ഇഷ്യൂ, എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, ഇപ്പം ഞങ്ങളെ കോഴിക്കോട്ടൊക്കെ ഇന്നലെയുമായിട്ട് വന്നിട്ടുള്ള ചർച്ചകൾ മുഴുവൻ റോഡിലെ കുണ്ടും കുഴിയുമാണ്. അപ്പോൾ അതിനാണ് പ്രയോറിറ്റി. ഇപ്പം ഈ ഇന്നത്തെ ഇത് വന്നാൽ ഇതിനാണ് പ്രയോറിറ്റി.
ഇത് സമൂഹത്തിൽ ഇത്തരം ദൈനംദിന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും അത് സിസ്റ്റത്തിൻ്റെ ഭാഗമായ ആളുകളുടെ ഭാഗത്തു നിന്ന് തന്നെ പ്രതികരണമുണ്ടാകുമ്പോൾ അത് ഒരു സംവിധാനത്തെ ചീത്തയാക്കാനും ഒരു സംവിധാനത്തെ മോശമാക്കാനും മാത്രമേ ഉപകരിക്കൂ. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ചില ആശുപത്രികളിലൊക്കെ ഇതെല്ലാം ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണോ? താങ്കൾ ഇരിക്കുന്നത് കോഴിക്കോടാണ്. ഈ കോഴിക്കോട് തന്നെ പ്രശ്നങ്ങൾ ഒരുപാടില്ലേ? മലബാർ മേഖല പ്രധാനമായും അവിടുത്തെ സാധാരണക്കാർ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നമ്മളെങ്കിൽ ചർച്ച ചെയ്യേണ്ടി വരും. സ്ട്രെച്ചറിൽ ഇരുന്ന് പോലും നോക്കേണ്ടി വരുന്നില്ലേ രോഗികളെ? ഡോക്ടർക്ക് വീർപ്പ് മുട്ടുകയാണ് അവിടെ. ഇടമില്ലാതെ സ്ഥലപരിമിതി മാത്രമല്ല പ്രശ്നം, പക്ഷേ അതൊരു ചെറിയ പ്രശ്നം മാത്രമാണ്. സ്ഥലപരിമിതിയാണ് പ്രശ്നം. അവിടെ സ്ഥലപരിമിതിയാണ്. ഞാൻ പഠിച്ച സ്ഥാപനങ്ങൾക്ക് മെഡിക്കൽ കോളേജിനടുത്തുള്ള സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയാണ്. അന്ന് 16 വാർഡിൽ 24 കിടക്ക വെച്ച് മാത്രമുള്ള ഒരു മെഡിക്കൽ കോളേജിനെ ഓപ്പറേറ്റ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ എത്ര ബെഡാണുള്ളത്? 1000-ലധികം ബെഡുണ്ടായിട്ട് പോലും അവിടെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ രോഗികൾക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ഒന്ന്, ചികിത്സയുടെ എഫിഷ്യൻസിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. രോഗം കണ്ടുപിടിക്കാൻ, ആ രോഗത്തിന് ആവശ്യമുള്ളത് മാത്രമായ മരുന്നുകൾ നൽകി രോഗത്തിന് പ്രതിവിധി കണ്ടുകൊടുക്കുന്ന ഏറ്റവും വിദഗ്ധന്മാരായ ഡോക്ടർമാരുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ പല ആളുകളും സ്വകാര്യ ആശുപത്രിയെ സമീപിക്കാൻ സാമ്പത്തികമായി സാധ്യതയുള്ള ആളുകൾ പോലും സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജിനെ സമീപിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ആപേക്ഷികമാണ്. എന്താ കാരണം എന്തറിയോ? ഓരോ ആളുകളുടെയും സാറ്റിസ്ഫാക്ഷനാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഒരു രോഗി വന്നാൽ ആ രോഗിയുടെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുറ്റുവട്ടം കൂടി തിരിച്ചറിയാത്ത ഈ പ്രശ്നം ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞതിൽ സന്തോഷം.